ഒരു കാര്യം പറയാനുണ്ട്. പുതിയ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. സൈക്കോ കള്ളൻ അല്ലെങ്കിൽ സൈക്കോ കള്ളൻ സോന ആൻഡ് സിബിൻ ബാബു രണ്ട് പേരും കൂടി ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടാൻ പോവാണ് കേട്ടോ. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പൊ ഉണ്ടാവില്ല. +2 എക്സാം എഴുതാൻ മടിയായതുകൊണ്ട്, പരീക്ഷയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, പഠിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്, വീട്ടുജോലി ചെയ്യാൻ ഒരു മൂടും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒളിച്ചോടിയ സോന എന്ന് പറയുന്ന പെൺകുട്ടിയും സൈക്കോ കള്ളൻ എന്ന് പറയുന്ന സിബിൻ ബാബു തമ്മിൽ ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്പ കോംപ്ലിക്കേറ്റഡ് കേസ് ആയതുകൊണ്ട് ആരെയും ക്ഷണിക്കാൻ പറ്റില്ല. എന്റെ സാഹചര്യം അനുവദിച്ചതുമില്ല. 2 ദിവസം കറങ്ങാൻ അല്ലേ? പാല് തന്ന കൈക്ക് തന്നെ കുത്തും അല്ലടാ ചെറ്റേ. ചോരയില്ലാത്ത വർഗം. ഇതാണ് ഇനി നമ്മുടെ വീട്. ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. അതെന്നാ അപ്പം? ഇതാണ് അപ്പം. ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുക. നോക്കിട്ട് തന്റെ കാര്യം പോക്കാം. ഇതാണ് എന്റെ 18 വയസ്സുള്ള ഭാര്യ. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എക്സാമിന്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് ഒന്ന് എങ്ങനെ പഠിക്കാത്തതുകൊണ്ട് +2 എക്സാം, എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എന്റെ കൂടെ. ഈശ്വര, ഇതാണ് ന്യൂ ജനറേഷൻ. നീ എത്ര കൊണ്ടോന്നേ? ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. ഞാൻ ഇങ്ങനത്തെ വീഡിയോ അല്ലല്ലോ പറഞ്ഞ. പിന്നെ ഫുഡിന്റെ വീഡിയോ എടുക്കണ്ട. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? ഇതൊക്കെ നീ തിന്നണല്ലേ? എല്ലാരും പറയും ഞാൻ തീറ്റ കൊതിച്ചാണ്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടേ? നിനക്ക് തിന്നാനേ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. ഇതാ ഇവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോരാത്തിന് ഇതാ ബിരിയാണി, കൊടലല്ലേ വയറ്റിയിരിക്കുന്ന, കോക്കോസ്, ബർഗർ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ. പിന്നെ അതെന്താ അതിശയന്റെ കൊച്ചാ? തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഐസ്ക്രീം, 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊന്നും ശരീരത്തിൽ കാണാനില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പാത്രത്തില് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റും കലക്കിയിട്ട് പായസം കുടിപ്പിച്ചാലോ? കൊറേ കുണ്ണാകൾ അല്ലെങ്കിൽ പറയുന്നുണ്ട് ഞാൻ പണിയും തോരല്ലാതെ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാണ്. ജോലി ഇതിനിങ്ങനെ മെച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ? ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി തലേന്ന് വിടും. മുതുമുത്തച്ഛന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ കാറ്റ് പോകാതെ ഇവിടെ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത്. കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നവരോട് ഒരു കാര്യം പറയാവുന്നുള്ളൂ. ഈ പുറകിലിരിക്കുന്ന സാധനം കണ്ടോ? ഇതിനെ പോറ്റണമെങ്കിൽ ഒരു ലോൺ എടുക്കേണ്ടി വരും. ഞാൻ ഈ കുടുംബാണ് കുടുംബം വിളക്കും. ബെസ്റ്റ് രാജയോഗം ഉണ്ട്. അനുഭവിച്ചോ? ഒളിച്ചോടുന്നത് അത്ര വലിയ സിമ്പിൾ കാര്യമൊന്നുമില്ല. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അപ്പൊ അതുപോലത്തെ സാധനങ്ങളാണെങ്കിൽ വെറുതെ ആ പരിപാടിക്ക് നിൽക്കരുത്. അനുഭവം കൊണ്ട് പറയുക. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. ഈ ഒരു അപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തി.